ആചാരപ്പെരുമയുമായി കാടിന്റെ മക്കൾ ഇക്കുറിയും രാജകുടുംബാംഗങ്ങൾക്ക് ഓണക്കാഴ്ചയുമായി എത്തി. അഗസ്ത്യാർകുട വനത്തിലെ 100 പേരടങ്ങിയ വനവാസി സമൂഹമാണ് കവടിയാർ കൊട്ടാരത്തിൽ ഓണക്കാഴ്ചയുമായി എത്തിയത്. മുളംകുറ്റിയിൽ നിറച്ച ചെറുതേനും കാട്ടുവിഭവങ്ങളും ഈറ്റയിൽ നെയ്ത കരകൗശല സാധനങ്ങളും കുട്ടയും വട്ടിയുമൊക്കെയായാണ് കവടിയാർ കൊട്ടാരത്തിൽ ഇക്കുറിയും അവർ എത്തിയത്. മുറ തെറ്റാതെ കോട്ടൂർ മുണ്ടണി മാടൻ തമ്പുരാൻ ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓണത്തോടനുബന്ധിച്ച് വനവിഭവങ്ങളുമായി വനവാസി വിഭാഗത്തിൽപ്പെട്ട കാണീക്കാർ കവടിയാർ കൊട്ടാരത്തിലെത്തി. കാലങ്ങളായി തുടരുന്ന പാരമ്പര്യം പിന്തുടർന്ന് വനവാസി മേഖലയിൽ നിന്ന് ശേഖരിച്ച വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളാണ് കൊട്ടാരത്തിലെത്തിച്ചത്. നമ്മൾ കാലാകാലങ്ങളായിട്ട് ആദി മാർത്താണ്ഡവർമ്മ മഹാരാജ് വേണാട് ഭരണം ഉള്ള സമയം മുതൽ തന്നെ ഈ കാണിക്കാരെന്ന് ഇന്ന് അറിയപ്പെടുന്ന കാണിക്കാരെന്ന്, പണ്ട് നമ്മളെ മല അരയൻ എന്നാണ് അറിയപ്പെടുന്നത്. ആ മല ഞങ്ങൾ കാണിക്കാനായിട്ടാണ് എല്ലാ വർഷവും നമ്മളിവിടെ എത്താറുണ്ട്. നമ്മൾ കവടിയാർ നമ്മൾ പണ്ട് കാലങ്ങളിൽ ഈ നമ്മൾ കൃഷി ചെയ്ത് കിട്ടുന്ന കാഴ്ച വസ്തുക്കൾ കൊണ്ട് രാജാവിന് കാഴ്ചവെക്കും. ഓണാഘോഷത്തിന്റെ ഭാഗമായി വളരെ കാലമായി പിന്തുടരുന്ന ഓണക്കാഴ്ച എന്ന പുരാതന ആചാരത്തിന്റെ ഭാഗമായി കോട്ടൂർ, പട്ടംപാറ, കുന്നത്തേരി, പ്ലാവിള, ചെറുമങ്കൽ, പട്ടാണിപ്പാറ, പൊത്തോട്, ആനയ്ക്കൽ, മൂന്നുമുക്കൽ, കൈതക്കാട് തുടങ്ങിയ അഗസ്ത്യാർകൂടത്തിന് ചുറ്റുമുള്ള വനവാസ മേഖലയിൽ നിന്നുള്ള വനവാസികളാണ് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ രാജകുടുംബത്തിന് സമർപ്പിക്കാൻ കൊട്ടാരത്തിലെത്തിയത്. ചിത്ര തിരുനാളിന്റെ സ്മാരകമായ പഞ്ചവഴിയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് വനവാസികൾ കൊട്ടാരത്തിലേക്ക് പോയത്. പൂയം തിരുനാൾ ഗൗരി പാർവതിഭായും അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായും അവരെ സ്വീകരിച്ചു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ സംഘമായാണ് അവർ അവിടെ എത്തിയത്. പഴവർഗ്ഗങ്ങൾ, കാട്ടുതേൻ, കാട്ടുകിഴങ്ങുകൾ, നെല്ലിക്ക, മുളയിൽ നിർമ്മിച്ച കൊട്ടകൾ, മറ്റ് കരകൗശല വസ്തുക്കൾ, കുന്തിരിക്കം, ഔഷധ ഉൽപ്പന്നങ്ങൾ തുടങ്ങി വാഴയിലയിൽ പൊതിഞ്ഞ ഉൽപ്പന്നങ്ങളാണ് സമ്മാനിച്ചത്. സംഘത്തിലെ അംഗങ്ങൾക്ക് പൂയം തിരുനാൾ ഗൗരി പാർവതിഭായ് തമ്പുരാട്ടിയും അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടിയും ഓണാശംസകൾ നേർന്നു. ജനം, തിരുവനന്തപുരം.